മെർച്ചന്റ് നേവിയിൽ ജോയിൻ ചെയ്യണം എന്നാണോ നിങ്ങളുടെ ആഗ്രഹം? അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചോദിച്ചോട്ടെ, STCW ഇല്ലാതെ നിങ്ങൾക്ക് ഷിപ്പിൽ ജോയിൻ ചെയ്യാൻ സാധിക്കൂ? ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം എന്താണ് STCW, എത്രയാണ് STCW പഠിക്കാനുള്ള ഫീസ്, എവിടെയാണ് ചെയ്യേണ്ടത്, അതുപോലെ ഒരു STCW എന്ന് പറയുന്നത് ഷിപ്പിലെ ജോലിക്ക് ഏറ്റവും മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമാണ്. ഫേക്ക് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒക്കെ എങ്ങനെ അവോയ്ഡ് ചെയ്യാം, ഈ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രദ്ധിക്കണേ. മെർച്ചന്റ് നേവിയിൽ ഒരു ജോലിക്ക് കയറാൻ ആഗ്രഹിച്ച് നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എന്റെ ചാനൽ തീർച്ചയായിട്ടും ഉപകാരമാവും. സോ വീഡിയോസ് ഒക്കെ കറക്റ്റ് അറിയാൻ വേണ്ടിയിട്ട് കാണാൻ വേണ്ടിയിട്ടും നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ആദ്യം എന്താണ് ഈ STCW എന്ന് നോക്കാം. STCW എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ്സ് ഓഫ് ട്രെയിനിങ് സർട്ടിഫിക്കേഷൻ ആൻഡ് വാച്ച് കീപ്പിംഗ്. സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ കടലിൽ വർക്ക് ചെയ്യുന്ന എല്ലാ സീഫറേഴ്സിനും ഈ ഒരു ബേസിക് ട്രെയിനിങ് ഇമ്പോർട്ടന്റ് ആണ്, കമ്പൽസറി ആണ്. അതാണ് STCW എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ STCW ഇത്രയും ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്നത്? ഷിപ്പിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഫയർ വരാം, ഫ്ലഡിങ് വരാം, എമർജൻസി അബൻഡൻ ഷിപ്പ് വരാം, അതുപോലെ മാൻ ഓവർബോർഡ് സിറ്റുവേഷൻ വരാം. ഇതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ബേസിക് ട്രെയിനിങ് അറിഞ്ഞിരിക്കണം. സോ അതുകൊണ്ടാണ് ഈ ഒരു STCW ഇത്രയും ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്നത്. STCW ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ബേസിക് കോഴ്സസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നോർമലി STCW പാക്കേജിൽ, അതായത് കോഴ്സസിന്റെ പാക്കേജിൽ ഇത്രയും കാര്യങ്ങളാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ആദ്യം വരുന്നത് PST, പേഴ്സണൽ സർവൈവൽ ടെക്നിക്. FPFF, ഫയർ പ്രിവെൻഷൻ ആൻഡ് ഫയർ ഫൈറ്റിംഗ്. EFA, എലമെന്ററി ഫസ്റ്റ് എയ്ഡ്. PSSR, പേഴ്സണൽ സേഫ്റ്റി ആൻഡ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ഇതെല്ലാം ബേസിക് സേഫ്റ്റി ട്രെയിനിങ് ആണ്. ഈ ഒരു STCW കോഴ്സിന്റെ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. ഇനി എല്ലാവർക്കും അറിയേണ്ടത് ഈ ഒരു STCW കോഴ്സിന്റെ ഡ്യൂറേഷൻ എത്രയാണെന്നുള്ളതാണ്. കോഴ്സിന്റെ ബേസിക് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 10 to 15 days ആണ്. അത് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വാരി ചെയ്യാം. ഫുൾ റെസിഡൻഷ്യൽ ട്രെയിനിങ് ആയിരിക്കും ഉണ്ടാവുന്നത്. ഇനി ഈ ഒരു കോഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഫീസ് എത്രയായിരിക്കും? അപ്രോക്സിമേറ്റ്ലി ഒരു 12,000 to 20,000 വരെയാണ് ഫീസ് വരുന്നത്. ഇതും ഈ പറഞ്ഞതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെയും ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള ലൊക്കേഷനെ ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, DG ഷിപ്പിംഗ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് മാത്രം ഈ ഒരു കോഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് ചൂസ് ചെയ്യാം. ഈ ഒരു കോഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങൾ ചൂസ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ മസ്റ്റ് ആയിട്ടും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഫേക്ക് മെറിടൈം ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഇപ്പൊ നിരവധി ഉണ്ട്. സോ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ DG ഷിപ്പിംഗ് വെബ്സൈറ്റ് നിങ്ങൾ ചെക്ക് ചെയ്തിരിക്കണം. ഇൻസ്റ്റിറ്റ്യൂട്ട് അപ്രൂവൽ വെരിഫൈ ചെയ്യണം. പ്ലേസ്മെന്റ് തരാമെന്ന് പറഞ്ഞിട്ട് വരുന്ന തെറ്റായ പ്രോമിസസുകൾ അങ്ങ് അവോയ്ഡ് ചെയ്തേക്കണം. ഈ ഒരു കോഴ്സ് ചെയ്യാൻ ഇറങ്ങുന്നതിന് മുന്നേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഈ STCW മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കടലിൽ അല്ലെങ്കിൽ കപ്പലിൽ ഒരു ജോലി ഗ്യാരണ്ടി ആയിട്ടുള്ള കാര്യമല്ല. കപ്പലിൽ കയറാൻ വേണ്ടിയിട്ടുള്ള ബേസിക് ട്രെയിനിങ് ആണ് STCW എന്ന് പറയുന്നത്. ഇനി മെഡിക്കൽ റിക്വയർമെന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. സീഫറർ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കമ്പൽസറി ആയിട്ടുള്ള കാര്യമാണ്. ഐസൈറ്റ് നോർമൽ ആയിരിക്കണം. കളർ ബ്ലൈൻഡ്നെസ് ഉണ്ടെങ്കിൽ പ്രോബ്ലം വന്നേക്കാം. അടുത്തതായിട്ട് പറയാനുള്ളത് പാരന്റ്സിനോടാണ്. ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് പാരന്റ്സിന് ടെൻഷൻ ഉണ്ടാകും. ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത് സേഫ് ആയിട്ടുള്ള ഒരു കാര്യമാണോ, എന്തെങ്കിലും ഡേഞ്ചർ ആയിട്ടുള്ളതാണോ എന്നുള്ളതൊക്കെ. ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത് ബേസിക് സേഫ്റ്റി ട്രെയിനിങ് ആണ്. ഇതിൽ പറയുന്ന ഫയർ ഫൈറ്റിംഗ്, ലിഫ്റ്റ് റാഫ്റ്റ് ട്രെയിനിങ് ഇതൊക്കെ സൂപ്പർവിഷനിലാണ് നടക്കുന്നത്. ബേസിക്കലി കടലിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഈ ഒരു STCW കോഴ്സ് മസ്റ്റ് ആയിട്ട് ഉണ്ടാവേണ്ടതാണ്. STCW കോഴ്സിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് യൂഷ്വലി വരുന്നത് 5 വർഷമാണ്. അത് കഴിഞ്ഞാൽ ഈ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾ റീഫ്രഷ് ചെയ്യണം. STCW കോഴ്സ് പഠിക്കുന്ന ഭൂരിഭാഗം കുട്ടികൾക്ക് ഉണ്ടാവുന്ന ഡൗട്ട് ആയിരിക്കും, ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ഷിപ്പിലെ ജോലി ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള കാര്യമാണോ എന്ന്. ഒരിക്കലും അല്ല. ഇതൊരു ക്വാളിഫിക്കേഷൻ കോഴ്സ് അല്ല. ഷിപ്പിൽ കയറാൻ വേണ്ടിയിട്ടുള്ള ബേസിക് ട്രെയിനിങ് മാത്രമാണ്. ഷിപ്പിലെ ലൈഫ് ഗ്ലാമറസ് ആയിട്ട് തോന്നാം. റിയാലിറ്റിയിൽ ഷിപ്പിൽ എന്തെങ്കിലും ഒരു ഡേഞ്ചറസ് സിറ്റുവേഷൻസ്, കാര്യങ്ങൾ, എമർജൻസി സിറ്റുവേഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിരിക്കണം. STCW എന്ന് പറയുന്നത് നിങ്ങളെ ഫിസിക്കലിയും മെന്റലിയും പ്രിപ്പയർ ചെയ്യുന്നതിനുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണ്. മെർച്ചന്റ് നേവി ഡ്രീം സീരിയസ് ആണെങ്കിൽ STCW എന്ന് പറയുന്നത് മാൻഡേറ്ററി ആണ്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ STCW കോഴ്സിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട് വരുവാണെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ Instagram ID മെൻഷൻ ചെയ്യാം, അതിൽ മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. ഇനി മെർച്ചന്റ് നേവി റിലേറ്റഡ് ടോപ്പിക്കിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ അത് ഏതാണെന്ന് കമന്റ് സെക്ഷനിൽ പറയാം. ഞാൻ അതിനെക്കുറിച്ചിട്ട് വീഡിയോ ചെയ്യാം. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ, താങ്ക് യു.